അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. പ്രിയ സഹോദരങ്ങളെ, അന്ത്യനാളിൻ്റെ ലക്ഷണങ്ങൾ വെളിപ്പാടകലെ എത്തിയിട്ടുണ്ട് എന്നല്ല, അന്ത്യനാളിൻ്റെ ലക്ഷണങ്ങൾ ഏകദേശമൊക്കെ പുലരുക തന്നെ ചെയ്തു. ഇനി അടുത്ത് വരുന്ന ചില ലക്ഷണങ്ങൾ മാത്രമേ ശേഷിക്കുന്നുള്ളൂ. എന്താണെന്ന് വെച്ചാൽ അല്ലാഹുവിൻ്റെ റസൂൽ പറഞ്ഞിട്ടുണ്ട്, അവസാന നാളെടുക്കുമ്പോൾ മനുഷ്യന്മാരൊക്കെ പരസ്പരം അവരുടെ ഹൃദയത്തിൽ നിന്ന് സ്നേഹം ഉയർത്തപ്പെടും. അവർ മുഅ്മിനീങ്ങൾ തമ്മിലുള്ള പരസ്പരമുള്ള ഐക്യം ഇല്ലാതെയാകും. എന്നതുപോലെ തന്നെ അറിവില്ലാത്ത ആളുകൾ നേതാക്കന്മാരാകും. അറിവുള്ള ആളുകളെ നേതാക്കന്മാർ ഈ ജാഹിലായ നേതാക്കന്മാർ ഭരിക്കുന്ന ഒരു സന്ദർഭം വരും. അതൊക്കെ നമ്മൾ ചിന്തിച്ച് നോക്കിയാൽ അവിടേക്കൊക്കെ എത്തിയിട്ടുണ്ടെന്നല്ലേ മനസ്സിലാണത്. ഒന്ന് ആലോചിച്ച് നോക്കിയും. വാൻ തെളിതൽ അമത്ത റബ്ബത്തഹ എന്ന് പറഞ്ഞിട്ടുണ്ട്. വെള്ളാട്ടി യജമാനത്തിയെ പ്രസവിക്കുക. വെള്ളാട്ടി യജമാനത്തിയെ പ്രസവിക്കുക എന്ന് പറഞ്ഞാൽ അവൻ്റെ ഈ മാതാപിതാക്കൾ, പഴയ കാലത്തൊക്കെ മാതാപിതാക്കളെ അനുസരിക്കുന്ന മക്കളാണ് ഉണ്ടായിരുന്നത്. ഇപ്പോൾ മക്കളെ അനുസരിക്കുന്ന മാതാപിതാക്കളായി മാറി. എന്നതുപോലെ ശിഷ്യന്മാരെ അനുസരിക്കുന്ന ഉസ്താദുമാർ, ശിഷ്യന്മാരെ പേടിക്കേണ്ട ഉസ്താദുമാർ. അതിൻ്റെ ഒരു ഉദാഹരണമാണ് ഇപ്പോൾ പൊട്ടിപ്പുറപ്പെടുന്ന കള്ളത്തെരീക്കത്തുകൾ, കുരുവട്ടൂരി തെരീക്കത്ത് പോലൊക്കെ. ഇത്തരം ആളുകൾ പ്രത്യക്ഷപ്പെടുക എന്ന് ഇതൊക്കെ റസൂലുള്ളാഹി എത്രയോ വർഷങ്ങൾക്ക് മുമ്പ് ആഖിറുസ്സമാനിൻ്റെ അടയാളമായി എണ്ണിയതാണ്. ഇതൊക്കെ വന്നുകൊണ്ടിരിക്കുന്നുണ്ട്, അത് വരികയും ചെയ്യും. അതിൻ്റെയൊക്കെ ശേഷമാണ് ഖിയാമത്ത് നാൾ ഉണ്ടാകുക. എന്നാൽ ഇതിൻ്റെ മേൽ അഭിമാനം കൊള്ളുന്നവരാണ് അത്തരം ആളുകൾ. കുടുംബത്തിലുള്ള സ്നേഹങ്ങൾ, പരസ്പരമുള്ള സൗഹാർദ്ദം എന്നതുപോലെ അങ്ങോട്ടും ഇങ്ങോട്ടും മുണ്ടാതിരിക്കുക, തെറ്റി നിൽക്കുക, ഇങ്ങനത്തെ ഒരു സാഹചര്യങ്ങളാണ് നമ്മൾക്ക് വന്നുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്, ഖിയാമത്ത് നാളിൻ്റെ ലക്ഷണങ്ങൾ ഇവിടെ പുലർന്നുകൊണ്ടിരിക്കുന്ന ഈ സാഹചര്യത്തിൽ നമ്മൾ ഈ അത്യാവശ്യം അറിവുള്ള ആളുകൾ, അവരെ ഇൽമ് നാഫിയായി തീരാൻ വേണ്ടി അള്ളാഹുവിനോട് എപ്പോഴും പ്രാർത്ഥിക്കണം. അല്ലാഹുമ്മ ഇന്നാ നസ്അലുക ഇൽമൻ നാഫിയ എന്ന് എല്ലാവരും പറയണം. നാഫിയ ഇൽമിനെ റബ്ബേ നിന്നോട് ചോദിക്കുന്നു. കൽബൻ ഖാശിയ, ഭയപ്പെടുന്ന ഹൃദയത്തെയും എന്ന് നമ്മൾ പ്രാർത്ഥിക്കണം. അല്ലാഹുമ്മ ഇന്നാ നഊദു ബിക മിൻ ഇൽമിൻ ലാ യൻഫഉ വമിൻ ഖൽബിൻ ലാ യഖ്ശു, ഭയപ്പെടാത്ത ഉപകാരപ്രദമല്ലാത്ത ഇൽമിനെ തൊട്ടും നിന്നെ ഭയപ്പെടാത്ത ഹൃദയത്തെ തൊട്ടും ഒക്കെ കാവലിനെ തേടുക. ഇങ്ങനെ നമ്മളൊരു പക്കമായ ഒരു നല്ലൊരു ജീവിതത്തിലൂടെ നമ്മൾ മുന്നോട്ട് പോയി ജീവിച്ചു കാണ്ടി നമുക്ക് പോയാൽ നമ്മളെ ഈമാൻ രക്ഷപ്പെടുത്താൻ നോക്കാം. അത് തന്നെ വളരെ പ്രയാസമായിരിക്കുന്ന നബി പറഞ്ഞത്. അവസാന കാലത്തെ മുഅ്മിനിൻ്റെ ഉദാഹരണം പറഞ്ഞത് കൽ ഖാബിലി അലൽ ജംറ, തീക്കനൽ പിടിച്ചവനെ പോലെ. നമുക്കറിയാലോ, കയ്യിൽ എത്ര നേരം തീക്കനൽ പിടിച്ചു നിൽക്കാൻ കഴിയും. ഈ രൂപത്തിൽ മനുഷ്യന് അധപ്പതിക്കുന്ന ഒരു സമയം. പണ്ഡിതന്മാരെന്ന് പറയുന്നവർ, ആ പണ്ഡിതന്മാർ അവരെ പാമരന്മാരെ സ്ഥാനത്തേക്ക് വരിക, പാമരന്മാർ പണ്ഡിതന്മാരെ സ്ഥാനത്തേക്ക് വരിക. അറിവില്ലാത്തവർ വിധികർത്താക്കളാകുക, ജാഹിലീങ്ങൾ വിധികർത്താക്കൾ ആകാം. എന്തെങ്കിലും മസലകൾ ചോദിച്ചാൽ കിട്ടാത്തൊരു സാഹചര്യമല്ല ഇപ്പം എന്നുള്ളത്. എല്ലാവരും വിവരസ്ഥന്മാരാണ്. എന്നാൽ പഴയ കാലത്ത് അങ്ങനെയല്ലായിരുന്നു. ഒരു പണ്ഡിതനോട് പോലും മസല ചോദിച്ചാൽ അവരെന്ത് ചെയ്യും? ഞാൻ പറഞ്ഞു തരാം, പിന്നെ പറഞ്ഞുതരാൻ നോക്കട്ടെ എന്നൊക്കെ പറയും. നമ്മൾക്ക് ഇപ്പോഴത്തെ ആളുകൾ ഒറ്റയടിക്കാണ് പറഞ്ഞു, തെറ്റോ ശരിയൊന്നും നോക്കലില്ലല്ലോ. എന്നതുപോലെ ആവശ്യത്തിനും അനാവശ്യത്തിനുള്ള ഫത്വകൾ കൊടുക്കുക. പള്ളിയിൽ അനാവശ്യ ശബ്ദ കോലാഹലങ്ങൾ നമുക്കറിയാമല്ലോ. ഇന്ന് പള്ളി എന്ന് പറയുന്ന ആ സ്ഥാപനം, പള്ളിയിലൊക്കെ അവിടെയൊക്കെ വെച്ചുകൊണ്ട് എന്താണ് സംസാരിക്കുന്നത്, മറ്റുള്ളവരുടെ ഈ ഗ്രൂപ്പ് തിരിഞ്ഞ് മറ്റുള്ളവരെ ആക്ഷേപിക്കുക, മുശ്രിക്കാക്കുക, കാഫിറാക്കുക. പ്രത്യേകിച്ച് വഹാബി പ്രസ്ഥാനത്തിൻ്റെ മിമ്പറുകൾ ഇന്ന് ഉപയോഗിക്കുന്നത് എന്തിനാണ്? ഒരു വിഭാഗത്തിന് മുശ്രിക്കാക്കാൻ. എന്നാൽ ഇതുവരെ അവരുപയോഗിച്ചിരുന്നത് സുന്നികളെ മുശ്രിക്കാക്കാനായിരുന്നെങ്കിൽ ഇപ്പോൾ സുന്നികളെ മുശ്രിക്കാക്കാൻ അവിടെ നിർത്തിവെച്ചു. പിന്നെ എന്തെയാണ്? പരസ്പരം അങ്ങോട്ടോട്ട് വിസ്തം, ജിന്നൂരി, എന്നതുപോലെ മടവൂരി, എന്നതുപോലെ ഇങ്ങനെ ഓരോ ഗ്രൂപ്പായിട്ട് തിരിഞ്ഞുകൊണ്ട് അവർ പരസ്പരം മുശ്രിക്കാക്കില്ല. എന്നാൽ പള്ളി എന്ന് പറയപ്പെടുന്നത് നമ്മുടെ വിഭാഗത്തിലാണെങ്കിലും അങ്ങോട്ടും ഇങ്ങോട്ടും ഈ കലഹങ്ങളും അടികളും പിടികളും പൂട്ടലും എന്തൊക്കെ ഈ ദുനിയാവിൽ നടക്കുന്നു, ഇതൊക്കെ ഖിയാമത്ത് നാളിൻ്റെ അടയാളമാണ്. അവസാന നാളിൽ അടുക്കുന്ന സമയത്ത് അവരുടെ പള്ളികൾ ഇമാറ ചെയ്യപ്പെടും, വലിയ വലിയ സൗധങ്ങളായിട്ട് ഉയർത്തപ്പെടും. പക്ഷേ തഖ്വ ഉണ്ടാവില്ല, അനാവശ്യ ശബ്ദങ്ങൾ പള്ളിയിൽ ഉയർത്തുക. ഇതൊക്കെ ഖിയാമത്ത് നാളിൻ്റെ അടയാളം. റസൂലുള്ളാഹി എത്രയോ വർഷങ്ങൾക്ക് മുമ്പ് എണ്ണി പറഞ്ഞതാണെങ്കിൽ
ഇന്നത് സംഭവിച്ചിരിക്കുന്നു, പുലർന്നിരിക്കുന്നു എന്നുള്ളതാണ് വാസ്തവം. ഇത് പറയാനുള്ള കാരണം എന്താണെന്ന് വെച്ചാൽ, നമ്മൾ ഇനിയുള്ള കാലത്ത് കുറഞ്ഞ കാലം നമ്മൾ ജീവിക്കുക. ആ ജീവിക്കുന്ന സമയത്ത് അവനവൻ്റെ ഈമാൻ സൂക്ഷിക്കാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്യണം? അവൻ്റെ ചിന്താശക്തിയെ റബ്ബിൻ്റെ മാർഗത്തിലേക്കായിരിക്കണം. കുല്ലുക്കും റായിൻ കുല്ലുക്കും മസ്ഊലുൻ അൻ റഅയത്തിഹി, നിങ്ങളെല്ലാവരും ഈ കാവൽക്കാരാണ്, മേക്കാരാണ്. നിങ്ങളെ ഏൽപ്പിക്കപ്പെട്ട കാര്യങ്ങളെ തൊട്ട് കാവൽക്കാരാകുമ്പോൾ ആ കാവൽക്കാരൻ ഈ ആടിനെ മേൽക്കാൻ വേണ്ടി ഏൽപ്പിച്ച ആൾക്കാരുണ്ടാവുമല്ലോ, ആട്ടിടയൻ. ആ ആട്ടിടയനോട് ആടിനെ പറ്റി ചോദിക്കുന്നത് പോലെ നമ്മൾ എന്തിനാണ് ഏൽപ്പിച്ചത് അതിനെപ്പറ്റി നമ്മളോട് ചോദിക്കപ്പെടും. നിങ്ങളാലോചിച്ചൊക്കെ പള്ളി കമ്മിറ്റിൻ്റെ ആളുകൾ, ഇന്ന് മറ്റുള്ള കമ്മിറ്റിൻ്റെ ആളുകൾ ഈ പള്ളിപ്പണം ഒക്കെ എന്ത് ചെയ്യുന്നു? അവരെ ആവശ്യത്തിന് വേണ്ടി പലരും ഉപയോഗിക്കണില്ല. അതിൽ നിന്ന് അതിൻ്റെ പൈസ മാത്രം എന്ത് ചെയ്തു അവിടെ കൊടുക്കുക. പിന്നെന്താണ് ഇതിൽ നിന്ന് ലാഭം ഉണ്ടാക്കുന്ന എത്ര ആൾക്കാരുണ്ടാകും? അപ്പോൾ ഇതൊക്കെ എല്ലാം അതാണ് പൊതുമുതൽ ഗനീമത്ത് പോലെ ഉപയോഗിക്കപ്പെടുന്ന, പൊതുമുതലാണ് എന്നുള്ള രൂപത്തിലല്ലാതെ ഉപയോഗിക്കപ്പെടും. ഇതൊക്കെ ഖിയാമത്തുണ്ടെന്ന അടയാളങ്ങൾ എത്രയോ വർഷങ്ങൾക്ക് മുമ്പ് റസൂലുള്ള എണ്ണി പറഞ്ഞത് പുലർന്ന ഈ സാഹചര്യത്തിൽ നമ്മളൊരു കാര്യം മനസ്സിലാക്കണം. ഇനിയുള്ള കാലം നമ്മൾ വളരെ സൂക്ഷിച്ച് നീങ്ങിയിട്ടില്ലെങ്കിൽ നമ്മൾ ഈമാൻ നഷ്ടപ്പെടുകയും കാഫിറായി ചത്തുപോവുകയും ചെയ്യും. ആ ഭയങ്കരമായ ഖയാരങ്ങൾ വരാൻ പോകുന്ന അവസ്ഥ, ആ സമയത്ത് അള്ളാ എന്ന് ഉച്ചരിക്കുന്ന ആളുകളല്ലാത്തവരൊക്കെ നശിച്ചു പോകുന്ന എന്നപോലെ ഉലമാക്കളൊക്കെ ഉലമാക്കൾ മരിച്ചു തീരൽ ഖിയാമത്തിന്റെ അടയാളത്തിൽപ്പെട്ടാണ്. ഇൽമിനെ ഉയർത്തപ്പെടും. ഇൽമിനെ ഉയർത്തപ്പെടുക എന്ന് പറഞ്ഞാൽ എന്താണ്? ഉലമാക്കളൊക്കെ എന്താണ്? മരിച്ചു പോവുകയും ഹക്കായ ദീനെ പറയാൻ പറ്റിയ ആളുകൾ ഇല്ലാതെ വരികയും ചെയ്യുന്ന സാഹചര്യം വരും. അപ്പോൾ അതൊക്കെ വന്നുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ സത്യം പറയുന്നവർക്ക് ഇപ്പം എന്താണ്? പുറത്തായിരിക്കും. ദീനിൻ്റെ കാര്യങ്ങൾ തുറന്നു പറയുന്ന ആൾക്കാർക്ക് ഒരു നിലയും വിലയും കൽപ്പിക്കില്ല. അപ്പോൾ ഇങ്ങനത്തെ ഒരു കാരണം എന്താണ്? നാട്ടിൽ ഫിത്തനകൾ വരുമ്പോൾ ഇപ്പോൾ എന്തിൻ്റെ പേരിലാവട്ടെ സ്ത്രീകളും പുരുഷന്മാരും കൂടിക്കലർന്നുകൊണ്ടുള്ള ഘോഷയാത്രകളും എന്നപോലെ ഓരോ ഈ കൈമുട്ടുപാട്ടും, ഇപ്പം കള്ളത്തിരിക്കത്തിൻ്റെ ആൾക്കാരൊക്കെ പറയുന്നുണ്ടല്ലോ, കൈമുട്ടുപാട്ടൊക്കെ അല്ല അവർ നടത്തുന്നത്, ഡാൻസൊക്കെ അല്ല ശേഖൻ്റെ മുമ്പ് ചെയ്യുന്ന പറയുന്നത്. ഇത് മതബോധം തലക്ക് പിടിച്ചു എന്ന് പറയുന്ന ചില കള്ളത്തിരിക്കത്തുകാരാണ് ഇതൊക്കെ നിർമ്മിക്കുന്നത്. അപ്പോൾ ഇത്തരം സന്ദർഭങ്ങളിൽ നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. അവനവൻ്റെ ഈമാൻ രക്ഷപ്പെടാൻ വേണ്ടിയിട്ട് ഓരോ വ്യക്തിയും അവൻ്റെ നിലയും വിലയും മനസ്സിലാക്കിക്കൊണ്ട് അള്ളാഹു പറഞ്ഞതാണ്, കോ അംഫുസക്കും വഹലീക്കും നാറ, നീ നിൻ്റെ ശരീരത്തിനും നിൻ്റെ അഹലുകാരെ നരകത്തിനെ തൊട്ട് സൂക്ഷിക്കാമെന്ന. ഓരോരുത്തരും അവൻ്റെ അഹലുകാരെയും നരകത്തിനെ തൊട്ട് സൂക്ഷിച്ചാൽ ഒരു പ്രശ്നം ദുനിയാവിലുണ്ടാവില്ല. അപ്പം എന്ത് ചെയ്യണം? ഇതിന് വിപരീതമായിട്ട് ഇബ്ലീസ് നമ്മൾക്ക് ഇങ്ങനെ തോന്നിപ്പിക്കും, മലക്കിയ കൈ വേറെ ഭാഗത്തൊന്നും ഉണ്ടാവും. അപ്പോൾ ഇതൊക്കെ മനസ്സിലാക്കിക്കൊണ്ട് നമ്മളെന്ത് ചെയ്യണം? നമ്മുടെ ജീവിതം ശുദ്ധമാക്കാൻ വേണ്ടിയിട്ട് ഒരുങ്ങണം എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് നിർത്തുന്നു. ദുആവസിയത്തോടുകൂടെ അള്ളാഹു ഹക്കിനെ പിൻപറ്റാനും ബാത്തിലിനെ വെടിയാനും നമുക്ക് തൗഫീഖ് ചെയ്യട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് പിന്നെ ഒരു കാര്യം പറയാനുള്ളത്, നമ്മളിപ്പോൾ ഈ പല രാഷ്ട്രീയക്കാരും പല രൂപത്തിലുമുള്ള ആളുകളായിരിക്കാം. ഈ രാഷ്ട്രീയം എന്താവരുത്? നമ്മുടെ മതത്തിൻ്റെ കാര്യങ്ങളിലേക്ക് കൂട്ടിച്ചേർത്താണ് മതത്തിനെയും രാഷ്ട്രീയത്തിനെയും ഒരുപോലെ കാണേണ്ട സാഹചര്യമല്ല. മതം വേറെയാണ്, രാഷ്ട്രീയം വേറെയാണ്, നമുക്കെല്ലാവർക്കും അറിയാലോ. എന്നാലും മതം നമുക്ക് രാഷ്ട്രീയം വേണ്ട എന്ന് പറഞ്ഞാലും രാഷ്ട്രീയം നമ്മെ തേടി വരുന്ന ഈ സാഹചര്യത്തിൽ നമ്മൾ എന്ത് ചെയ്യണം? നമ്മുടെ ഓരോ പ്രവർത്തനങ്ങളും വളരെ സൂക്ഷിച്ചുകൊണ്ടായിട്ടില്ലെങ്കിൽ നമ്മുടെ വാക്കിൽ നിന്ന് തൊള്ളയിൽ നിന്ന് വിട്ടുപോകുന്ന വാചകം ഉണ്ടല്ലോ, അത് നമ്മൾ മരിച്ചാലും ചിലപ്പോൾ ഈ സോഷ്യൽ മീഡിയയിലൂടെ ഇങ്ങനെ നിലനിന്നുകൊണ്ടേയിരിക്കും. അത് നല്ലതാണെങ്കിൽ നമുക്ക് അതിൻ്റെ പ്രതിഫലം ലഭിക്കും, ചീത്തയാണെങ്കിൽ അതിൻ്റെ ശിക്ഷ അങ്ങനെ ലഭിച്ചുകൊണ്ടിരിക്കും. അപ്പം ഓരോ വാക്കുകളും നമ്മൾ പറയുന്നത് വളരെ സൂക്ഷിക്കണം. അതുമാത്രമല്ല, ഒരു വാക്കുകൊണ്ടാണല്ലോ നമ്മൾ എന്ത് ചെയ്യുന്നത്? ചിലപ്പം നമ്മൾ മനുഷ്യനല്ലാതെ ആകുന്നത്. നല്ലതെന്ന് പറയുന്നത് വളരെ പ്രയാസമാണ്, ചീത്ത എന്ന് പറയുന്ന ഒറ്റ കാര്യം മതി. ഇത്ര മാത്രം പറഞ്ഞു നിർത്തുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.